ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സിവിക്സിലെ ഒരു പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പൊതുഭരണരംഗം. അപ്പോൾ നമ്മുടെ ഗവർണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പാഠമാണ് അല്ലേ പൊതുഭരണം എന്ന് പറയുമ്പോൾ തന്നെ. സോ ഇത് 10ാം ക്ലാസ്സിലൊരു പാഠഭാഗമാണ്. സോ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കുക. ഇവിടെ ഒരു കത്ത് ആദ്യം കൊടുത്തിട്ടുണ്ട്, ഒരു 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുള്ള ഒരു കത്ത്. പ്രേക്ഷിതൻ, സ്വീകർത്താവ്. ഇപ്പോൾ ഇവിടെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ അയച്ച കത്താണ്. ആർക്കാണ് അയച്ചത്? അദ്ദേഹം സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിനാണ്. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന്. വിവരാവകാശ നിയമം 2005 പ്രകാരം താങ്കളുടെ വിദ്യാലയത്തിൽ സ്കൂൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനെ 4 ചോദ്യങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 4 ചോദ്യങ്ങൾ. ചോദ്യം നമുക്ക് പ്രസക്തമല്ല, എന്നിട്ട് അദ്ദേഹം കത്തയച്ചിട്ടുണ്ട്. സോ വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി സമർപ്പിക്കപ്പെട്ട അപേക്ഷയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. സ്കൂളിന്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. സ്കൂൾ ലൈബ്രറികൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കൂളുകൾ പോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളും അവ നിർവഹിക്കുന്ന ചുമതലകളും താഴെ തന്നിരിക്കുന്നു. കൂടുതൽ എഴുതി പട്ടിക വിപുലപ്പെടുത്തുക. അപ്പോൾ സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സംവിധാനം എത്രത്തോളം നമ്മുടെ പഠനത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങൾ: പ്രാഥമികാരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, നമുക്ക് ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. കൃഷിഭവൻ, നമുക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പോലീസ് സ്റ്റേഷൻ, ക്രമസമാധാനം പാലിക്കുന്നു. വേറെ എന്തൊക്കെയാണ് നമ്മുടെ പൊതുസ്ഥാപനങ്ങളായിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ച് അവിടെ കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസുകളുണ്ട്, അവിടെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥാപനവും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. ഗവൺമെന്റ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് പൊതുസ്ഥാപനങ്ങളുടെ ചുമതല. സോ എന്താണ് പൊതുഭരണം? എൻ ഗ്ലാഡൻ പറഞ്ഞൊരു നിർവചനമുണ്ട്, പഠിക്കുക. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഗവൺമെന്റ് ഭരണമാണ് പൊതുഭരണം എന്ന് പറയുന്നത്. പൊതുഭരണത്തെ വിശകലനം ചെയ്ത് പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡന്റെ നിർവചനമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും പൊതുഭരണത്തിന്റെ പ്രധാന മേഖല ഗവൺമെന്റ് ഭരണമാണെന്ന് മനസ്സിലാക്കാം. രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണമെന്ന് പറയുന്നു. ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് തന്റെ വികസന പരിപാടികളുടെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികളും പരിപാടികളും കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നത് പൊതുഭരണമാണ്. ഇതൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതിന് പൊതുഭരണം എന്ന് പറയുന്നു. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഗവൺമെന്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. ഗവൺമെന്റിന് നിലനിൽക്കണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും ഇവിടെ ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിന്റെ താല്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? ജനങ്ങളുടെ താല്പര്യമാണ്. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായാണ് പൊതുഭരണ സംവിധാനത്തിലുള്ളത്. സോ നമ്മുടെ രാജ്യം, നമ്മുടെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ, സ്കൂളുകളിൽ സൗജന്യ പാഠപുസ്തകം, 2020 എല്ലാവർക്കും പാർപ്പിടം. അത് ഇതെല്ലാം ജനങ്ങളുടെ താല്പര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ്. അപ്പൊ പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കൂ. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ജനങ്ങളുടെ ക്ഷേമവും അതേപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരവുമാണ് പൊതുഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ എന്തുകൊണ്ട് ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ഗവൺമെന്റ് വിവിധ
നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതെല്ലാം പൊതുഭരണത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന പല നയങ്ങളും പൊതുഭരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ പൊതുഭരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് പൊതുഭരണത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഗാന്ധിജി പൊതുഭരണത്തെക്കുറിച്ച് മറ്റും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അദ്ദേഹം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായവനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടന് എങ്ങനെ സഹായകമാകും എന്ന് ചിന്തിക്കുക എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. സോ നമുക്ക് ഒരു വികസന പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പരമമായിട്ട് ചിന്തിക്കേണ്ടത് അത് പാവപ്പെട്ടവനിൽ അതെങ്ങനെ അതിൻ്റെ ഉപയോഗം എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, എല്ലാവരിലും അതിൻ്റെ ഗുണം എത്തിയിട്ടുണ്ടാകും എന്ന്. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയവും ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിന്റെ പരിണത ഫലമാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അതനുസരിച്ച് രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഗ്രാമസ്വരാജൊക്കെ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ ഘടനയും മറ്റ് കാര്യങ്ങളും പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഉദ്യോഗസ്ഥ വൃന്ദം പൊതുഭരണ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. സോ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എന്തൊക്കെ വരുന്നു? നമ്മളൊക്കെ ഇനി ബ്യൂറോക്രസിയുടെ ഭാഗമാകേണ്ടതാണ് അല്ലെ. ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെന്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വാർത്തകളിലുള്ളത്. സ്കോളർഷിപ്പ് അപേക്ഷ പ്രഖ്യാപിച്ചു, നെൽകൃഷി വ്യാപിക്കാൻ സർക്കാർ സഹായം, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിതരണം, നികുതി പിരിവിന് പ്രത്യേക ക്യാമ്പുകൾ. അപ്പോൾ ഇവിടെയെല്ലാം ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ആരാണ്? അത് ബ്യൂറോക്രാറ്റ് ആണ് അല്ലെ, ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്രതലം വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റ് എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരിലൂടെയാണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ നമ്മൾ എല്ലാവരും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗമാകേണ്ട ആളുകളാണ്. എത്രയും പെട്ടെന്ന് അതിന് കഴിയട്ടെ. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ SCRT പാഠഭാഗങ്ങൾ വിവിധ വിഷയങ്ങളിലെ സയൻസ്, GK ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ SCRT ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക. പിന്നെ ഇംഗ്ലീഷ് PYQ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും ഉപയോഗപ്പെടുത്തുക. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളിപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട യോഗ്യത അല്ലെങ്കിൽ സവിശേഷത ഉള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത്. സോ എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രത്യേകത? ഒന്ന്, ശ്രേണീപരമായ സംഘടന, അഥവാ മേലുദ്യോഗസ്ഥർ കീഴ് ജീവനക്കാരെന്ന രീതിയിലുണ്ടാവും അല്ലെ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിൽ വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി, ഇതിനെയാണ് ശ്രേണീപരമായ സംഘടന. അപ്പൊ ഏറ്റവും ടോപ്പിൽ ചിലപ്പോൾ ഒരു ഡയറക്ടർ ഉണ്ടാവും അല്ലെ. ഡയറക്ടറിന്റെ കീഴിൽ വരുമ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ചിലപ്പോൾ 2 പേരുണ്ടാവും. അതിന്റെ കീഴിൽ അസിസ്റ്റന്റുകൾ, ഇങ്ങനെ എണ്ണം കൂടി വരും അല്ലെ. താഴെ ക്ലർക്ക് എത്തുന്ന സമയത്ത് ക്ലർക്കുകൾ ഒരുപാട് പേരുണ്ടാവും അല്ലെ. LGs അതിനേക്കാളുണ്ടാവും. സോ അതാണ് ശ്രേണീപരമായ സംഘടന. മുകളിൽ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥന്മാർ,
അത് താഴോട്ട് വരുന്നതോറും അത് എണ്ണം കൂടി കൂടി വരുന്നുണ്ട്. ദെൻ സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ എന്ത് ചെയ്യാം? സേവനത്തിൽ തുടരാം. അതാണ് സ്ഥിരത കൊണ്ടുള്ള ഉദ്ദേശം. ദെൻ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്, അല്ലെ? 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് ഡിഗ്രി യോഗ്യത അനുസരിച്ചൊക്കെയാണ് നിയമനം നടത്തുന്നത്. ദെൻ രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു നിശ്ചിത പാർട്ടിക്ക് അനുകൂലമായിട്ട് മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ശാഠ്യം പിടിക്കാൻ കഴിയില്ല. ദെൻ വൈദഗ്ധ്യം അഥവാ പ്രൊഫഷണലിസം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിനെ കുറിച്ച് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. സോ അതിനുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് തരുന്നതാണ്. പിന്നെ സർവീസിൽ ഒരു നിശ്ചിത പീരീഡ് ആവുന്ന സമയങ്ങളിലെല്ലാം പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടും. ആ ഒരു പ്രൊഫഷണലിസം, ആ ഒരു വൈദഗ്ധ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതൊക്കെ. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ ഉണ്ടാകും. ദെൻ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം എടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലേ? നമ്മൾ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ വിജ്ഞാപനവും കാത്തിരിക്കുന്ന ആളുകളാണ്. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. തുടർന്ന് മത്സര പരീക്ഷയിലൂടെയോ അഭിമുഖത്തിലൂടെയോ എന്ത് ചെയ്യും? യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെന്റ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെട്ടവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെല്ലാം സിവിൽ സർവൻ്റ് ആകാൻ പോകുന്നവരാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിന്റെ ഭാഗവുമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ വർഗീകരണം താഴെ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മൊത്തത്തിൽ പറയുന്നതാണ് സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ അത് 3 തരത്തിലുണ്ട്. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. നമ്മൾ കേരള PSCയിൽ എക്സാം എഴുതി കയറുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് സർവീസിന്റെ ഭാഗമാണ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ വരുന്നത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുപ്പ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ്, IAS അഥവാ IAS, അല്ലെ? IAS, IPS. അപ്പോൾ IAS, IPS ഒക്കെ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ആണ്. അപ്പോൾ രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും നിയമനങ്ങൾ ഉണ്ടാവാം, അല്ലേ? എവിടെ വേണമെങ്കിലും നിയമനങ്ങൾ ഉണ്ടാകാം. അത് അഖിലേന്ത്യാ സർവീസ് ആണ്, ഓൾ ഇന്ത്യ സർവീസ് ആണ്. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ, ഇതാണ് മെയിൻ പോയിന്റ്, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിലാകാം അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലാകാം, അല്ലെ? ഇപ്പൊ അതാത് സംസ്ഥാനങ്ങളിലെ കമ്മീഷണർമാരായിട്ട് വരുന്നത് അത് IAS, IPS ഓഫീസറാണ്, അല്ലെ? പക്ഷെ അവർ ജോലി ചെയ്യുന്നത് ഒരു സംസ്ഥാന സർവീസിലാണ് നിയമിക്കപ്പെടുന്നത്. പക്ഷെ അവർ ഓൾ ഇന്ത്യ സിവിൽ സർവൻസ് ആണ്. ഇനി കേന്ദ്ര സർവീസിലേക്ക് വരുന്ന സമയത്ത് ദേശീയ തലത്തിൽ തന്നെയാണ് ഇവിടെയും തിരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം, ശ്രദ്ധിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ മാത്രമേ നിയമിക്കപ്പെടുന്നുള്ളൂ. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ കമ്മീഷണർമാരെയൊക്കെ ഓർത്താൽ മതി. കമ്മീഷണർമാരൊക്കെ വരുന്നത് അതാത് സംസ്ഥാനങ്ങളിലാണ്. അത് സംസ്ഥാന വകുപ്പിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ്, അല്ലെ? എന്നാൽ കേന്ദ്ര സർവീസ് ആകുന്ന സമയത്ത് അവിടെ സംസ്ഥാന വകുപ്പിൽ നിയമനം ഉണ്ടാവില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണ വകുപ്പിൽ മാത്രമേ നിയമനം ഉണ്ടാവൂ. അതിന് ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസ് കേന്ദ്ര സർവീസ് ആണ്. അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകളിലാണ് അവിടെ ജോലി വരുന്നത്. അതേപോലെ റെയിൽവേ സർവീസ്, നമ്മൾ SSCയിലൂടെയൊക്കെ നമുക്ക് ഉദ്യോഗം കിട്ടിയാൽ നമ്മൾ കയറുന്നത് കേന്ദ്ര സർവീസിലായിരിക്കും, സെൻട്രൽ സർവീസിലായിരിക്കും. ദെൻ സംസ്ഥാന സർവീസ് നമ്മുടെ PSC തന്നെയാണ് അതിന് ഉദാഹരണം. ഇവിടെ സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. ഓക്കെ അല്ലേ? അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓൾ ഇന്ത്യ സർവീസും ദെൻ ഇന്ത്യ സർവീസും എന്ത് ചെയ്യരുത്, കേന്ദ്ര സർവീസും ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇവിടെ നിയമനം കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആകാം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള സ്ഥാപനങ്ങളിലാണ് നിയമനം കിട്ടുന്നത്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. അപ്പോൾ UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. ഇതാണ് UPSCയുടെ ആസ്ഥാനത്തിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങൾക്കും കളക്ടറാകാം.
ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. ഇന്ത്യയിലല്ല, ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടറാണ്. അഥവാ ആ ജില്ലയുടെ അധിപൻ എന്ന് പറയുന്ന കളക്ടറാണ്. IAS കേഡറിലുള്ളവരാണ് കളക്ടറായിട്ട് നിയമിക്കുന്നത്. ഇതിനായിട്ട് UPSC നടത്തുന്ന മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലാണ്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ദെൻ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC. ഗവർണറാണ് PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ. അപ്പോൾ UPSCയും PSCയൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. കേരള PSCയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ കവാടത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടന ഭരണതലത്തിൽ തീരുമാനമെടുക്കുന്നതിലുള്ള കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ എന്തെല്ലാം എന്ന് നോക്കാം. നമ്മുടെ സർക്കാർ തലത്തിൽ ഒരു പേപ്പർ കൈമാറി വരാൻ കുറച്ച് സമയമെടുക്കും. കാരണം അത് താഴെ തട്ടിൽ നിന്ന് മുകളിൽ തട്ടിൽ പോയി അത് അപ്രൂവലായി തിരിച്ചു വരുമ്പോൾ ഒരു കാലതാമസം എടുക്കും. ആ ഒരു കാലതാമസം കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്ന്, ഭരണ നവീകരണം. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, സേവനങ്ങൾ ജനങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. ഇതിനെയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക കേട്ടോ. ഭരണ നവീകരണം എന്തിനു വേണ്ടിയാണ്? ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ജനങ്ങൾക്ക് സമയബന്ധിതമായിട്ട് സേവനങ്ങൾ ഉറപ്പുവരുത്തുക. കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഭരണം. കാര്യക്ഷമവും ജനസൗഹൃദപരമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണ പരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ പരിചയപ്പെടാം. ഗവർണൻസ്. അപ്പോൾ ഭരണ നവീകരണത്തിന്റെ ഭാഗമാണ് ഗവർണൻസ്. സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റിക്കരുത്. ഭരണ നവീകരണത്തിന്റെ ഭാഗമാണ് ഗവർണൻസ്. എന്താണ് ഗവർണൻസ്? APJ അബ്ദുൽ കലാം, നമ്മുടെ പീപ്പിൾസ് പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ അബ്ദുൽ കലാം സാർ പറയുന്നതാണ്. സുതാര്യവും ചുറുചുറുക്കമുള്ള ഗവൺമെന്റ് പദ്ധതി. സുതാര്യവും ചുറുചുറുക്കമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷാഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഇതിനെയാണ് ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സുതാര്യമാണ്, എല്ലാവരിലും വേഗത്തിൽ സുരക്ഷിതമായി എത്തുന്നു, തടസ്സങ്ങൾ ഉണ്ടാവില്ല, എല്ലാ പൗരന്മാർക്കും പക്ഷഭേദമില്ലാതെ എത്തുന്നു. ഇതാണ് ഗവർണൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലക്ട്രോണിക് ഗവർണൻസ് ആണ് അല്ലേ. ഗവർണൻസിനെ കുറിച്ച് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവർണൻസ്. ഇപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, അക്ഷയ വഴി എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അത് ഗവർണൻസിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമാകി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാലക അപേക്ഷ. നമ്മൾ PSC ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് ഏത് ഉപയോഗിച്ച് തന്നെയാണ്? ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് തന്നെയാണ് അല്ലേ. വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള അപേക്ഷ, ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവർണൻസിന്റെ ഉദാഹരണങ്ങളാണ്. ഗവർണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി? എന്തെല്ലാം നേട്ടമുണ്ടായെന്ന് ചോദിച്ചാൽ, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇതെല്ലാം ഇതിന്റെ നേട്ടങ്ങളാണ്. മനസ്സിലാക്കിയിരിക്കുക. വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് പറയാത്തത്. ഈ ഒരു ഗവർണൻസിന്റെ ഭാഗമാണ് അക്ഷയ കേന്ദ്രം. ഗവർണൻസിലൂടെ ഗവൺമെന്റ് നടത്തുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. PYQ ആണ്. ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം അക്ഷയ കേന്ദ്രം, PYQ ആണ് കേട്ടോ. അവിടെ ഒന്നും ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നും എഴുതി വെക്കരുത്. ഗവർണൻസ് ശ്രദ്ധിക്കുക. ഗവർണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനം നമ്മൾ എവിടെ പോയാൽ ഉപയോഗപ്പെടുത്തുന്നത്? അക്ഷയയിലാണ് അല്ലേ. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. അപ്പോൾ ജനങ്ങളെ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യവും ആർക്കാണ്? അക്ഷയ കേന്ദ്രത്തിനാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. എന്താണ് സാക്ഷരത?
ഇന്റർനെറ്റ്, അതേപോലെ ഇലക്ട്രോണിക് ഡിവൈസുകളെ, സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇത് എല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ ഗവർണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും നേടാം. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പല കാര്യങ്ങളും, അല്ലേ? ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ, അറിയാനുള്ള അവകാശം. സോ നേരത്തെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതേപോലെ മറ്റൊരു കത്താണ് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി. നേരത്തെ ഒരു കത്ത് കൊടുത്തു, അതിൻ്റെ മറുപടി വന്നു, അപേക്ഷയ്ക്കുള്ള മറുപടി. അപ്പോൾ മറുപടി അയക്കുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടില്ല, ഉത്തരം 1, 2, 4 ചോദ്യങ്ങളായിരുന്നു മുകളിൽ കൊടുത്തത്. സോ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ടോ അല്ലെ? താങ്കൾക്ക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ട് എങ്കിൽ മറുപടി കൈപ്പറ്റി 30 ദിവസത്തിനകം അപ്പീൽ അധികാരിക്ക് അപ്പീൽ ഹർജി സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് തൃപ്തികരമല്ല, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വിവരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 ദിവസത്തിനുള്ളിൽ ഒരു അപ്പീലിന് പോകാം. അപ്പോൾ അധ്യായത്തിന്റെ തുടക്കത്തിൽ പരിചയപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയതാണ് 2005 വിവരാവകാശ നിയമം. 2005 വിവരാവകാശ നിയമം 2005 ആണ്. അപ്പോൾ വിവരാവകാശം വി നമുക്ക് ഇങ്ങനെ എഴുതാം, വിവരാവകാശം. അപ്പോൾ ഇത് റോമൻ ലെറ്ററിൽ 5 അല്ലേ, വി. അപ്പോൾ 2005 അങ്ങനെ ആ വർഷം മറക്കാതെ ഓർക്കുക കേട്ടോ. അടുത്ത PYQ ആണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച സംഘടന, അതിന് കാരണമായ സംഘടന രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. വിവിധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതു സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. ഓക്കെ, അപ്പോൾ വിവരാവകാശം വഴി നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ദെൻ എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നു? എല്ലാ വിവരങ്ങളും കിട്ടുമോ? എല്ലാ വിവരവും കിട്ടില്ല. എന്തൊക്കെ കിട്ടുന്നു? ഗവൺമെന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫയല്, രേഖ, പ്രമാണം, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവ്, കരാറ്, സ്ഥിതിവിവരക്കണക്ക്, റിപ്പോർട്ട്, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിൾ, മാതൃക, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരം, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഇതെല്ലാം പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഇവയുടെ വിവരങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം. പരിശോധിക്കുന്നതിന് വേണ്ടി ഇവയുടെ പകർപ്പ് നമുക്ക് ആവശ്യപ്പെടാം. എന്നാൽ നമുക്ക് കിട്ടാത്ത ചില വിവരങ്ങളുണ്ട്. അതാണ് PSC ചോദിക്കുന്നത്. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ, ഇതൊന്നും എന്ത് ചെയ്യില്ല? വെളിപ്പെടുത്തില്ല. അപ്പോൾ എന്ത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് PSC ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യില്ല? വെളിപ്പെടുത്തില്ല. അതേപോലെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തില്ല. അപ്പോൾ നമ്മുടെ ഡിഫൻസ് വകുപ്പിൻ്റെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല? വെളിപ്പെടുത്തില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകളുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ ഒരു കമ്മീഷണർ ഉണ്ടാകും, ദെൻ 10ൽ കവിയാത്ത, അതായത് 10ൽ കൂടാത്ത കമ്മീഷണർമാരും ഉണ്ടാകും. അപ്പോൾ ഒരു ചീഫ് കമ്മീഷണറും 10 കമ്മീഷണർമാരും. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യദിവസത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റോ അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് നൽകുന്ന വിവരം പൂർണ്ണമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ നൽകാം. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേൽ 250 രൂപ, PYQ ആണ്, 250 രൂപ പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നില്ല, നമ്മൾ അപ്പീലിന് പോയാൽ
പിന്നീട് വിവരങ്ങൾ തരുന്നത് വരെ ഓരോ ദിവസത്തിനും 250 രൂപ വീതം ഫൈൻ ആ ഉദ്യോഗസ്ഥനിൽ നിന്നും ഈടാക്കുന്നതാണ്. ഓക്കെ അല്ലേ? സോ അതാണ് വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി സേവനാവകാശം. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സേവനാവകാശ നിയമം, പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരീക്ഷാ ഭവനിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ്, ജനന തീയതി തിരുത്തൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ച ഒരു ബോർഡാണിത്. ഏതൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. അപ്പോൾ നമുക്കൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ സേവനം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് സേവനാവകാശ നിയമം എന്ന് പറയുന്നത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അപ്പോൾ എത്ര കാലപരിധിക്കുള്ളിൽ ഒരു സേവനം നൽകണമെന്നും ഈ ഒരു അവകാശത്തിൽ എന്ത് ചെയ്യുന്നു, പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമം അനുശാസിക്കുന്നു അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സമയം ആ നിശ്ചിത കാലപരിധിക്കുള്ളിൽ തന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് നമുക്ക് പിഴ ഈടാക്കാവുന്നതാണ്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകണം. അപ്പോൾ എല്ലാ ഓഫീസിലും നമുക്ക് ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടി, നമുക്ക് സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് വേണം. അത് നിർബന്ധമാണ്. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിനും മറ്റ് നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു സേവനങ്ങൾ അല്ലെ, ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടോ, കാര്യക്ഷമത, നമ്മുടെ വകുപ്പുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കുറച്ച് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. സോ അഴിമതി തടയുന്നതിന് വേണ്ടി എവിടെ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപം കൊള്ളുന്ന സ്ഥാപനമാണ് ലോക്പാൽ. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നത് ലോക്പാലാണ്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. അപ്പോൾ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും അവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുക്കാനും അന്വേഷണം നടത്താനും അവകാശമുള്ളത് ലോക്പാലിനാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ കോടതി ഏത് രീതിയിലാണോ ശിക്ഷകൾക്ക് കേസൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് ലോകായുക്തയുടെയും ലോക്പാലിൻ്റെയൊക്കെ ആ രീതികൾ വരുന്നത്. ദെൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇതും അഴിമതി തടയുന്നതിന് വേണ്ടിയുള്ളതാണ്. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അറിയിപ്പ്, ഈ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യില്ല, പണവും മറ്റും ഈടാക്കില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പണമോ മറ്റ് പാരിതോഷികമോ ചോദിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അഴിമതി തടയുന്നതിന് ഈ ബോർഡ് കാണാൻ കഴിയും അല്ലേ. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ്. 1964 ഇത് നിലവിൽ വന്നത്. പഠിക്കുക, 1964. അപ്പോൾ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇത് രൂപം വന്നിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ്. ലോകായുക്തയും ലോക്പാലൊക്കെ എന്ന് പറയുന്നത് പൊതുഭരണ രംഗത്തും അതേപോലെ ഉദ്യോഗസ്ഥർക്കിടയിലുമുള്ള അഴിമതി ആരോപണങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് അന്വേഷണങ്ങളും കേസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്ത് വരുന്നത്, ലോകായുക്തയും ലോക്പാലൊക്കെ വരുന്നത്. എന്നാൽ വിജിലൻസ് വരുന്നത് എന്താണ്, ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി, ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടി. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലെ. ഓക്കെ അല്ലേ. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്.
സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിലെ ഓഫീസിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷന് സംസ്ഥാന ഓഫീസുകളിലെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നു, അഴിമതികളെ കുറിച്ച് പഠിക്കുന്നു. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അപ്പോൾ വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് എന്തുണ്ടോ, വിജിലൻസ് കോടതികളുണ്ട്. ദെൻ അഴിമതി തടയുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണ്. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിന് മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഈ പൊതുപ്രവർത്തകർക്ക് അതേപോലെ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കും ഓംബുഡ്സ്മാൻ. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായിരുന്നു ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ആദ്യം ആരംഭിച്ചത് ബാങ്കിംഗ് രംഗത്താണ്, പിന്നീടാണ് നമ്മുടെ പൊതുഭരണ രംഗത്തിലേക്ക് അത് വന്നത്. അപ്പോൾ അതൊരു വ്യക്തിയാണ്, അത് ഹൈക്കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും ഓംബുഡ്സ്മാൻ. ദെൻ സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവന ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായിട്ട് കണക്കാക്കുന്നു. അപ്പം സേവനം വൈകി നൽകാതിരിക്കുക മാത്രമല്ല, ലേറ്റായിട്ട് നൽകുക, സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശത്തെ നിഷേധിക്കുക, സേവനത്തെ ഔദാര്യമാക്കുക. നമ്മുടെ അവകാശമാണ്, അതൊരു ഔദാര്യമായിട്ട് കണ്ടാൽ അതും എന്ത് തന്നെയാണ്, അഴിമതിയാണ്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പൊതുഭരണത്തെക്കുറിച്ചാണ് പഠിച്ചത്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം പഠിച്ചു. ഉദ്യോഗസ്ഥ വൃന്ദം, അത് തന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്ന നിലയിലുണ്ട് എന്ന് പറഞ്ഞു. ദെൻ ഭരണ നവീകരണം എന്ന് പറഞ്ഞു. ഭരണ നവീകരണത്തിന്റെ ഭാഗമാണ് ഇ ഗവേണൻസ്, സേവനാവകാശ നിയമം, ലോക്പാൽ എന്നിവ പറഞ്ഞു. ദെൻ അറിയാനുള്ള അവകാശം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു. പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.